ഡയബറ്റിസ് റിവേഴ്സൽ, ഡയബറ്റിസ് ട്രീറ്റ്മെൻറ്റ്, അതുപോലെ ഡയബറ്റിസ് പ്രിവെൻഷൻ. ഇതിൽ മിസ് ചെയ്യാൻ സാധ്യതയുള്ള രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. ഒന്ന് എക്സസൈസും മസിൽ റിലേറ്റഡുമാണ്, മറ്റൊന്ന് ഡയറ്റ് റിലേറ്റഡാണ്. ലളിതമായിട്ട് ചിന്തിച്ചാൽ എന്താണ് ഡയബറ്റിസ്? നമ്മളുടെ ശരീരത്തിലെ ബ്ലഡിലെ ഗ്ലൂക്കോസ് മെറ്റബോളിസത്തിൻ്റെ അതിൻ്റെ റെഗുലേഷൻ്റെ ഫെയിലുവർ അല്ലേ ശരിക്കും ഡയബറ്റീസ് എന്ന് പറയുന്നത്. കാരണം നമ്മുടെ ശരീരത്തിലെ എല്ലാ കോശങ്ങൾക്കും ആവശ്യത്തോളം ഊർജ്ജം പ്രദാനം ചെയ്യാൻ കഴിയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഫ്യൂവലാണ് ഗ്ലൂക്കോസ് എന്ന് പറയുന്നത്. നമ്മുടെ ശരീരത്തിലെ രക്തം പരിശോധിച്ചാൽ ബ്ലഡ് ഗ്ലൂക്കോസ് ലെവൽ ഒരു 100 mg/dL ആണ് എന്നുണ്ടെങ്കിൽ നമ്മൾ വളരെ സേഫാണ്, പ്രമേഹ രോഗിയല്ല. ശരിക്കും രക്തത്തിൻ്റെ വോളിയം വെച്ചൊന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കിയാൽ ഇപ്പോൾ നമ്മളുടെ ബ്ലഡിൽ ഗ്ലൂക്കോസിൻ്റെ അളവ് എത്രയാണ്? 5 ഗ്രാം, അതായത് 1 ടീസ്പൂണാണ്. സപ്പോസ് ബ്ലഡ് ഗ്ലൂക്കോസ് ലെവൽ പരിശോധിക്കുകയാണെങ്കിൽ 200 mg/dL ആണെങ്കിലോ പ്രമേഹ രോഗിയായി. നമ്മളുടെ കാര്യങ്ങൾ ഗുരുതരമായൊരു വിഷയം ആണത്. അപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ അപ്പോൾ 2 ടീസ്പൂണാണ്, അതായത് എക്സ്ട്രാ ആയിട്ട് വരുന്നത് 1 ടീസ്പൂണാണ്. ഈ 1 ടീസ്പൂൺ ബ്ലഡ് ഗ്ലൂക്കോസിനെ പ്രോപ്പറായിട്ട് പുഷ് ചെയ്ത് ബ്ലഡിൽ നിന്ന് പുഷ് ചെയ്യാൻ സാധിക്കുകയാണെങ്കിൽ, കോശങ്ങളിലേക്ക് പുഷ് ചെയ്യാൻ സാധിക്കുകയാണെന്നുണ്ടെങ്കിൽ, നൗ ദ സയൻസ് ഈസ് സോ സിമ്പിൾ. ഇതിനകത്ത് വലിയ റോക്കറ്റ് സയൻസ് ഇല്ല. ആ എക്സ്ട്രാ ആയിട്ട് വരുന്ന 1 ടീസ്പൂണിനെ എങ്ങനെ ഡിസ്പോസ് ചെയ്യാം എന്നുള്ളത് തന്നെയല്ലേ ചോദ്യം. ഇവിടെയാണ് നമ്മുടെ ശരീരത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അവയവത്തിൻ്റെ പ്രസക്തി വരുന്നത്. ആ അവയവം മസിൽസാണ്. ശരീരത്തിലെ മസിൽസാണ് ബ്ലഡിലെ ഗ്ലൂക്കോസിനെ സയൻറ്റിഫിക്കായിട്ട് പ്രോപ്പറായിട്ട് എഫിഷ്യൻ്റായിട്ട് ഡിസ്പോസ് ചെയ്യാൻ പറ്റുന്ന ഓർഗൻ. അതുകൊണ്ട് മസിൽസിനെ വിളിക്കുന്നത് സൂട്ട് കേസ് ഫോർ ഗ്ലൂക്കോസ് എന്നാണ്. മസിൽസ് സ്പോഞ്ച് പോലെയാണ്. ബ്ലഡിലുള്ള ആ എക്സ്ട്രാ ഗ്ലൂക്കോസിനെ വളരെ ഈസി ആയിട്ട് മസിൽസിന് വലിച്ചെടുക്കാൻ സാധിക്കും. ശരിക്കും ഡയബറ്റീസ് എന്ന് പറഞ്ഞത് ശരിക്കും പറഞ്ഞാൽ രക്തത്തിലെ ഗ്ലൂക്കോസ് അമിതമായത് തന്നെയാണ്. പക്ഷേ ഇൻഫാക്റ്റ് ഇറ്റ്സ് നോട്ട് എ ബ്ലഡ് ഗ്ലൂക്കോസ് പ്രോബ്ലം, ഇറ്റ്സ് എ മസിൽ പ്രോബ്ലം. കാരണം നിങ്ങളുടെ ശരീരത്തിൽ ഇപ്പോൾ എത്ര അളവിൽ മസിൽസ് ഉണ്ട്, ഇതൊരു നിർണായകമായ തുടക്കമാണ്. ഇതൊരു ക്രിട്ടിക്കലായിട്ടുള്ളൊരു സൊല്യൂഷൻ പോയിൻ്റാണ്. ഹാർമണിയിൽ വരുന്ന എല്ലാ ക്ലയൻസിനും, എസ്പെഷ്യലി മെറ്റബോളിക് ഡിസോർഡേഴ്സ് ഉള്ള ക്ലയൻസിന്, ഇപ്പോൾ ഡയബറ്റീസ് ഒരു മെറ്റബോളിക് ഡിസോർഡറാണ്, അതുപോലെ തന്നെയാണ് അമിതവണ്ണം, ഫാറ്റി ലിവർ ഡിസീസ്, അല്ലെങ്കിൽ ട്രൈഗ്ലിസറൈഡ്സും ലിപ്പിഡ് പ്രൊഫൈൽസും എലിവേറ്റഡ് ആവുക, അതുപോലത്തെ മറ്റു രോഗങ്ങൾ. ഇവരോട് എല്ലാവരും ഞങ്ങളെ എഡ്യൂക്കേറ്റ് ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സയൻസ് ഇപ്പോൾ ഞാൻ സംസാരിക്കുന്ന സയൻസാണ്. ഇതിന് നമുക്ക് വളരെ സയൻറ്റിഫിക്കായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒന്ന് ഇന്ന് അവൈലബിൾ ആയിട്ടുള്ള ബോഡി കോമ്പോസിഷൻ അനലൈസേഴ്സാണ്. നിങ്ങളുടെ ശരീരത്തിൽ എത്ര ശതമാനം സ്കെൽട്ടൺ മസിൽസ് ഉണ്ട്, എത്ര കിലോഗ്രാം സ്കെൽട്ടൺ മസിൽസ് ഉണ്ട്. കാരണം ഈ എക്സ്ട്രാ വരുന്ന 1 ടീസ്പൂൺ ഗ്ലൂക്കോസിനെ പുഷ് ചെയ്യാൻ വേണ്ട അവയവം നമ്മൾ നേരത്തെ സംസാരിച്ചു ഗ്ലൂക്കോസാണ്. നല്ല ആരോഗ്യമുള്ള ഒരു സ്ത്രീയാണ് എന്നുണ്ടെങ്കിൽ, എൻ്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസിൽ അവരുടെ മെറ്റബോളിക് ഹെൽത്ത് നല്ലതാണ് എന്ന് പറയണമെങ്കിൽ ചുരുങ്ങിയത് ഒരു 40 to 45% സ്കെൽട്ടൺ മസിൽസ് വേണം. ശരീരഭാരത്തിൻ്റെ 40% സ്കെൽട്ടൺ മസിൽസ് ആവശ്യമാണ്. ആക്ച്വൽ വാല്യൂസ് പറയണമെന്നുണ്ടെങ്കിൽ സംവെയർ ബിറ്റ്വീൻ ഒരു 25 to 30 kg, 25 മുതൽ 30 കിലോഗ്രാം മസിൽസ് നിങ്ങളുടെ പേശിയിൽ ആവശ്യമാണ്. പുരുഷനാണെന്നുണ്ടെങ്കിൽ എന്തായാലും ഒരു 45% സ്കെൽട്ടൺ മസിൽ പെർസെൻറ്റേജ് വേണം. അതായത് ചുരുങ്ങിയത് ഒരു 30 മുതൽ 35 കിലോഗ്രാം എങ്കിലും പേശികൾ നിങ്ങൾക്ക് ആവശ്യമാണ്. ഇത്രയും സയൻറ്റിഫിക് ആയിട്ടുള്ളൊരു ഇൻഫർമേഷൻ അറിയാത്തത് കൊണ്ടായിരിക്കണം മിക്ക പ്രമേഹ രോഗികളും അല്ലെങ്കിൽ ആരോഗ്യം പരിപാലിക്കാൻ വേണ്ടി ചെയ്യുന്ന പല ആൾക്കാരും ദേ റെസ്ട്രിക്ട് ദെയർ ഫിസിക്കൽ ആക്ടിവിറ്റി വാക്കിംഗ്. ഒന്ന് നടക്കാൻ പോവുക, ചിലപ്പോൾ ബ്രിസ്ക് വാക്കിംഗ് തന്നെ ആവാം, അല്ലെങ്കിൽ ചിലപ്പോൾ യോഗ പോലുള്ള സ്ട്രെച്ചിങ് ആൻഡ് മൊബിലിറ്റി എക്സസൈസ് ആവാം. ഇതൊക്കെ നല്ലത് തന്നെയാണ്. മേ ബി കാർഡിയോ വാസ്കുലർ ഹെൽത്ത് ഇമ്പ്രൂവ് ചെയ്യാനും ബോഡി ബാലൻസ് ഇമ്പ്രൂവ് ചെയ്യാനും നല്ലത് തന്നെയാണ്. പക്ഷേ ഒരിക്കലും നിങ്ങളുടെ മസിൽസിൽ ഇത് ഒരു സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള കോൺട്രിബ്യൂഷൻ ഉണ്ടാക്കുന്നില്ല. നമ്മുടെ ശരീരത്തിൽ ഏകദേശം 600-ൽ പരം പേശികളുണ്ട്. നേരത്തെ നമ്മൾ സംസാരിച്ച ഗ്ലൂക്കോസ് ഡിസ്പോസലിന് പറ്റുന്ന ഏറ്റവും വലിയ പേശികൾ ഏതാണെന്ന് നിങ്ങൾക്കറിയാം. ഒരുപക്ഷെ നിങ്ങൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇരുന്നു കൊണ്ടാണെങ്കിൽ ഇപ്പോൾ നിങ്ങൾ ഇരിക്കുന്ന നിങ്ങളുടെ ശരീരത്തിലെ ഏറ്റവും വലിയ പേശിയിലാണ്. അത് ഗ്ലൂട്ടിയസ് ആണ്, അതായത് നമ്മുടെ ബട്ടക്സ് ആണ്. ബട്ടക്സ് വളരെ വലിപ്പമുള്ള മനുഷ്യ ശരീരത്തിലെ പേശികളിലൊന്നാണ്. അതുപോലെ മറ്റൊന്നാണ് നമ്മുടെ തൈ മസിൽസ്, അതായത് നമ്മുടെ ക്വാഡ്രിസെപ്സ്. അതുപോലെ നമ്മുടെ പുറകിലത്തെ മസിൽസ് ലാറ്റിസിമസ്, അതുപോലെ ഹാംസ്ട്രിങ്സ്. അപ്പോൾ ഇത്തരത്തിലുള്ള വലിയ പേശികളെ കേന്ദ്രീകൃതമായിട്ടുള്ള വ്യായാമങ്ങൾ അറ്റ്ലീസ്റ്റ് ആഴ്ചയിൽ ഒരു 3 ദിവസമെങ്കിലും, അതും ഒരു നല്ലൊരു പ്രൊഫഷണലായിട്ടുള്ളൊരു ട്രെയിനറുടെ സഹായത്തോടു കൂടിയിട്ടാണ് ചെയ്യുന്നതെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾ പഠിച്ചാണ് ചെയ്യുന്നുണ്ടെങ്കിൽ, എനിക്ക് തോന്നുന്നു ആ എക്സ്ട്രാ മസിൽ ബിൽഡപ്പ് വലിയൊരു ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നുമല്ല. നിങ്ങളുടെ ഏജ് എന്തോ ആയിക്കോട്ടെ, ഒരുപക്ഷെ ചിലപ്പോൾ നിങ്ങൾ ജീവിതത്തിന് മുമ്പ്
അത്തരത്തിലൊരു മസിൽ സെൻട്രിക് എക്സസൈസ് ചെയ്തിട്ടില്ലാത്ത ഒരു വ്യക്തിയാണെങ്കിലും കുഴപ്പമില്ല. ബിക്കോസ് യു ക്യാൻ സ്റ്റാർട്ട് അറ്റ് എനി പോയിൻ്റ് ഇൻ യുവർ ലൈഫ്. ഞങ്ങളുടെ ക്ലിനിക്കിൽ ഒരു 60-70 വയസ്സ് കഴിഞ്ഞ ആൾക്കാരിൽ പോലും ഈ സയൻസും ആ സയൻസിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു അസസ്മെൻറ്റും ആ അസസ്മെൻറ്റിനെ ബേസ് ചെയ്തിട്ട് അവരുടെ എക്സസൈസിൽ നടത്തുന്ന ഒരു മോഡിഫിക്കേഷനും ഒരു റീസ്ട്രക്ചറിങ്ങും ഭയങ്കര ഡിഫറൻസാണ് അവരുടെ ഡയബറ്റീസ് റിവേഴ്സലിലും ഗ്ലൂക്കോസ് മാനേജ്മെൻറ്റിലും ഉണ്ടാക്കിയിട്ടുള്ളത്. ഞാനൊരു സർട്ടിഫൈഡ് ഫിറ്റ്നസ് ട്രെയിനറോ ഫിസിയോതെറാപ്പിസ്റ്റോ ഒന്നുമല്ല. അപ്പം ഞങ്ങളുടെ അത്തരത്തിലുള്ള ക്ലയൻസിൻ്റെ സപ്പോർട്ട് കൊടുക്കാനായിട്ട് ഹാർമണിയിൽ അത്തരത്തിലുള്ള ഫിസിയോതെറാപ്പിസ്റ്റുകളും സർട്ടിഫൈഡ് ഫിറ്റ്നസ് ട്രെയിനേഴ്സും ഉണ്ട്. പക്ഷേ ഇത്തരത്തിലുള്ള ആൾക്കാരുടെ ഒരു ഗൈഡൻസോടുകൂടി അവരുടെ ഒരു സ്ട്രക്ചർ പ്രകാരം ഞാൻ എൻ്റെ ഫിറ്റ്നസ് റുട്ടീനിൽ ആഴ്ചയിലൊരു 3 ദിവസമെങ്കിലും ഇത്തരത്തിലുള്ള മസിൽ മാസ് ബിൽഡ് ചെയ്യാൻ, മസിൽ സ്ട്രെങ്ത് ബിൽഡ് ചെയ്യാൻ ഡെഡിക്കേറ്റഡായിട്ട് സമയം മാറ്റി വെക്കാറുണ്ട്. ഇതിനകത്ത് എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ഈ ലോവർ ബോഡി എക്സസൈസസ് ഇതൊക്കെയാണ്. ഒരു റൊമേനിയൻ ഡെഡ് ലിഫ്റ്റ്, വൺ ഓഫ് മൈ ഫേവറേറ്റ് എക്സസൈസസ്, അല്ലെങ്കിൽ ബൾഗേറിയൻ സ്പ്ലിറ്റ് സ്ക്വാട്സ്, അതുപോലെ തന്നെ റിവേഴ്സ് ലഞ്ച് എക്സസൈസസ്. തീർച്ചയായിട്ടും ഇത്തരം എക്സസൈസുകൾ നിങ്ങൾ തുടങ്ങുന്നതിന് മുമ്പോ അല്ലെങ്കിൽ ചെയ്യുന്ന സമയത്ത് ഒരു നല്ലൊരു പ്രൊഫഷണൽ സപ്പോർട്ട് എടുക്കുന്നത് തീർച്ചയായിട്ടും ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ പേഴ്സണലി എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഞാൻ ഇത്തരം ഒരു ജേർണി തുടങ്ങുന്നത് ഏകദേശം 20 വർഷം മുമ്പാണ്. അന്ന് എൻ്റെ ശരീരത്തിലെ സ്കെൽട്ടൺ മസിൽസിൻ്റെ അളവ് ശരിക്കും എന്നെ നിരാശപ്പെടുത്തി. പക്ഷേ ഈ ഒരു കറക്റ്റായിട്ടുള്ള ഇൻഫർമേഷൻ, റെഗുലറായിട്ടുള്ള അസസ്മെൻറ്റ്, അത്തരത്തിൽ എൻ്റെ പേശികളുടെ സ്കെൽട്ടൺ മസിൽസിൻ്റെ വെയ്റ്റും അതിൻ്റെ പെർസെൻറ്റേജ് ഇമ്പ്രൂവ് ചെയ്യാൻ സാധിച്ചു. ഞാനിപ്പം വർക്ക് ചെയ്യുന്നത് അറ്റ്ലീസ്റ്റ് എൻ്റെ ശരീരത്തിൽ ഒരു 50% എങ്കിലും സ്കെൽട്ടൺ മസിൽ മാസ് ബിൽഡ് ചെയ്യാമെന്നുള്ളൊരു ഗോളിലാണ്. അപ്പോൾ അടുത്ത പ്രധാനപ്പെട്ട ചോദ്യം ഇത് എങ്ങനെ മെഷർ ചെയ്യാം എന്നുള്ളതാണ് അല്ലേ. ഹാർമണിയിൽ ഞങ്ങൾ ഉപയോഗിക്കുന്നത് അത്യാവശ്യം നല്ലൊരു ഹൈ എൻഡ് മെഷീനാണ്. അത് വളരെ പ്രിസൈസ് ആയിട്ടുള്ളൊരു സെഗ്മെൻ്റൽ ബോഡി അനാലിസിസ് നമുക്ക് തരുന്നുണ്ട്. ഓൾമോസ്റ്റ് ഒരു 98.4%, 99% ആക്യുറസി ഉള്ള മെഷീനാണ്. ഡൊമസ്റ്റിക് യൂസിന് ഒരു പക്ഷേ നിങ്ങൾക്ക് അത്ര പ്രിസിഷൻ ഇല്ലെങ്കിൽ പോലും ഇതുപോലത്തെ മെഷീൻസ് അവൈലബിൾ ആണ്, ഓൺലൈനിൽ നിന്ന് അവൈലബിൾ ആണ്. അല്ലെങ്കിൽ ഒരു പക്ഷേ നിങ്ങളുടെ തൊട്ടടുത്ത ഒരു ഇത്തരത്തിൽ ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒരു ഫിറ്റ്നസ് സെൻറ്ററിലോ ജിമ്മിലോ അവൈലബിൾ ആയിരിക്കും. പ്രമേഹത്തെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ നിങ്ങൾ എക്സസൈസ് ചെയ്യുന്നില്ലെങ്കിൽ, ഇനി അഥവാ എക്സസൈസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിന് മസിൽ സെൻട്രിക് ആയിട്ടുള്ള ഒരു ആക്ടിവിറ്റി ഇല്ലെങ്കിൽ, ഇനി അഥവാ ആക്ടിവിറ്റി ഉണ്ടെങ്കിൽ അതിനെ നിങ്ങൾ ട്രാക്ക് ചെയ്യുന്നില്ലെങ്കിൽ, ഇനി അഥവാ ട്രാക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ കഴിഞ്ഞ ഒരു 2-3 വർഷം കൊണ്ട് ഒരു പ്രോഗ്രസീവായിട്ടുള്ളൊരു ഇമ്പ്രൂവ്മെൻറ്റ് നിങ്ങളുടെ സ്കെൽട്ടൺ മസിൽ മാസിൽ ഉണ്ടാക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ, മസിൽസ് നഷ്ടപ്പെടുന്നതിനെ കണ്ടീഷനെ പറയുന്ന പേര് സാർക്കോപീനിയ എന്നാണ്. നിങ്ങളുടെ നിലവിൽ ഇപ്പോൾ സാർക്കോപീനിയ ഉണ്ട് എന്നുണ്ടെങ്കിൽ അതാദ്യം കറക്റ്റ് ചെയ്യുക. മസിൽസ് ഡയബറ്റീസ് റിവേഴ്സിനെ സംബന്ധിച്ചൊരു ലോങ് ടേം പ്ലാനാണ്. അത് കുറച്ച് സമയമെടുക്കും. അസസ്മെൻറ്റ് നടത്തി സ്പെസിഫിക് ആയിട്ടുള്ളൊരു എക്സസൈസിനെ കുറിച്ച് മനസ്സിലാക്കി അത് ചെയ്തെടുക്കാൻ. പക്ഷേ ഡയബറ്റീസ് റിവേഴ്സലിൽ ഒരുപക്ഷെ ഇമ്മീഡിയറ്റ് ആയിട്ട് നിങ്ങൾക്ക് ഇന്ന് നിങ്ങളുടെ ബ്ലഡ് ഗ്ലൂക്കോസ് ലെവലിൽ വ്യത്യാസം ഉണ്ടാക്കാൻ പറ്റുന്ന ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു വിഷയം ഭക്ഷണം തന്നെയാണ്. പക്ഷേ പല ആൾക്കാരും ഈ ഭക്ഷണത്തിൽ നടത്തേണ്ട മോഡിഫിക്കേഷനിൽ എനിക്ക് തോന്നുന്നത് ശരിക്കും പറഞ്ഞാൽ ഇപ്പോഴും ഈ വിഷയം വേണ്ടത്ര മനസ്സിലായിട്ടില്ല. നമുക്കിപ്പോൾ നോക്കാവുന്നൊരു കാര്യം, ഒരു ടിപ്പിക്കൽ കേരള ട്രഡീഷണൽ ബ്രേക്ക്ഫാസ്റ്റ് നോക്കാം. ഒരു പ്രമേഹ രോഗി സാധാരണ ചെയ്യുന്നത് എന്താണ്? ഇപ്പോൾ എൻ്റെ മുമ്പിൽ ഇരിക്കുന്നത് 3 ഇഡ്ഡലി, ചട്നി, സാമ്പാർ, അതിനോടൊപ്പം ഒരു വിത്തൗട്ട് ചായ ഇരിപ്പുണ്ട്. ഒരു പക്ഷേ പ്രമേഹ രോഗിയാണ് എന്ന് നിങ്ങൾ അറിയുമ്പോൾ സാധാരണ ചെയ്യാൻ പോകുന്ന ഒരു കാര്യം, ഇതിൽ നിന്ന് ഒരു പക്ഷേ 3 ഇഡ്ഡലിയിൽ നിന്ന് 1 ഇഡ്ഡലി അങ്ങ് മാറ്റി വെക്കും. നോക്കിയാൽ വെളുത്ത നല്ല പൂവുള്ള ഇഡ്ഡലിയാണ്. നോക്കിക്കഴിഞ്ഞാൽ ആരും തെറ്റ് പറയുമില്ല. ഇപ്പോൾ ഒരു പ്രമേഹ രോഗിയോട് ചോദിക്കാൻ എന്താ രാവിലെ കഴിയും? ഞാൻ 2 ഇഡ്ഡലി, അല്ലെങ്കിൽ 2 ദോശ, അല്ലെങ്കിൽ 2 അപ്പം, അതിൻ്റെ കറികൾ, ഇത് മാത്രം കഴിക്കും. പക്ഷേ ഒരു കാര്യം മനസ്സിലാക്കുക, നമ്മൾ നേരത്തെ സംസാരിച്ച ബ്ലഡ് ഗ്ലൂക്കോസ് റെഗുലേഷനോട് ബന്ധപ്പെട്ട് നോക്കിക്കഴിഞ്ഞാൽ ഇത് സൊല്യൂഷൻ ഓറിയൻറ്റഡേ അല്ല. കാരണം ഇതിപ്പോഴും ഉണ്ടാക്കുന്നത് ഹൈ ലെവൽസ് ഓഫ് ബ്ലഡ് ഗ്ലൂക്കോസ് തന്നെയാണ്. നമുക്ക് ഇവിടെ നിന്ന് ഒരു വലിയൊരു മാറ്റം അനിവാര്യമാണ്. എന്താണ് മാറ്റം ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം അറിയേണ്ടത് ഭക്ഷണത്തിലുള്ള കാർബോഹൈഡ്രേറ്റിൻ്റെ 2 തരംതിരിവുകളാണ്. അതിലേറ്റവും പ്രധാനത്തോടെ മനസ്സിലാക്കേണ്ട ഒന്ന് സ്ലോ കാർബോഹൈഡ്രേറ്റാണ്. എന്താണ് സ്ലോ കാർബോഹൈഡ്രേറ്റ്? പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ കഴിക്കുന്ന അന്നജത്തിൽ നിന്ന് വളരെ സാവധാനത്തിൽ മാത്രം, വളരെ കുറച്ച് അളവിൽ മാത്രം ഗ്ലൂക്കോസ് റിലീസ് ചെയ്യുന്നതിനാണ് സ്ലോ കാർബ് എന്ന് പറയും. മറ്റൊരു കാറ്റഗറി, ഇതല്ലാത്ത മറ്റതെല്ലാം ഞാൻ വിളിക്കും ഫാസ്റ്റ് കാർബ്. അതായത് നമ്മുടെ ശരീരത്തിൽ ഉണ്ടാക്കുന്ന വളരെ ഉയർന്ന അളവിലുള്ള, വളരെ പെട്ടെന്ന് റിലീസ് ചെയ്യുന്ന കൈൻഡ് ഓഫ് ഗ്ലൂക്കോസാണ്. അപ്പോൾ സ്ലോ കാർബും ഫാസ്റ്റ് കാർബും തമ്മിലുള്ളൊരു പട്ടിക നിങ്ങളുടെ മനസ്സിലുണ്ടാവണം. അതിനനുസരിച്ച് ഭക്ഷണത്തെ ക്രമപ്പെടുത്തണം. ഇപ്പോൾ നമ്മൾ സംസാരിക്കുന്ന ബ്രേക്ക്ഫാസ്റ്റ് ആണെങ്കിൽ ഞാനീ പറഞ്ഞ ഒരു ടിപ്പിക്കൽ ട്രഡീഷണൽ കേരള മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഒരബദ്ധമാണ്. നമുക്കിതിന് പകരം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാവുന്ന ഏറ്റവും മികച്ച ഒരു 2 സാമ്പിൾസ് ഞാനിവിടെ ഷെയർ ചെയ്യാം.
ഇഷ്ടം പോലെയുണ്ട്. ഹാർമണിയിൽ വരുന്ന ക്ലയൻസിന് ഇത്തരത്തിലൊരു വളരെ ഹൈ വെറൈറ്റി ആയിട്ടുള്ള ടേസ്റ്റി ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റുകളും ലഞ്ചും ഡിന്നറും ഒക്കെ നമ്മൾ എഡ്യൂക്കേറ്റ് ചെയ്യാറുണ്ട്, സജസ്റ്റ് ചെയ്യാറുണ്ട്, റെസിപ്പീസ് പ്രൊവൈഡ് ചെയ്യാറുണ്ട്. ഇപ്പോൾ എൻ്റെ മുമ്പിൽ ഇരിക്കുന്നത് ഒരുപക്ഷെ ഞാൻ ഏറ്റവും കൂടുതൽ അപ്രീസിയേഷൻ കിട്ടിയിട്ടുള്ള മറ്റൊരു ബ്രേക്ക്ഫാസ്റ്റാണ്. അതൊരു എഗ് പിസ്സയാണ്. ഓക്കെ, എഗ് പിസ്സ എന്ന് പറഞ്ഞാൽ വേറൊരു ഓംലെറ്റ് അല്ല, അങ്ങനെ അതിനെ കളിയാക്കി വിളിക്കരുത്. കാരണം ഇതിനകത്ത് 2 ഹോൾ എഗ്സ് ഉണ്ട്, നാടൻ മുട്ടയാണെങ്കിൽ വളരെ നല്ലത്, ഇഷ്ടം പോലെ വെജിറ്റബിൾസ് ഉണ്ട്, ഉള്ളിയുണ്ട്, തക്കാളിയുണ്ട്, ക്യാപ്സിക്കം ഉണ്ട്, ക്യാബേജ് ഉണ്ട്, അത്തരത്തിലുള്ള വെജിറ്റബിൾസ് ആഡ് ചെയ്യാം. നട്ട്സുകളുണ്ട്, സീഡ്സ് ഉണ്ട്, തേങ്ങയുണ്ട്. പ്ലസ് നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ, എനിക്ക് വളരെ ഇഷ്ടമാണ്, ഞാൻ ഇതിനകത്ത് ചീസ് സ്പ്രെഡ് ചെയ്യുന്നുണ്ട്. ഇതൊരു സ്ലോ കാർബ് ബ്രേക്ക്ഫാസ്റ്റാണ്. അതായത് നിങ്ങളുടെ ബ്ലഡ് ഗ്ലൂക്കോസ് ലെവൽ ഇത് എലിവേഷൻ ഉണ്ടാക്കില്ല. ഇനി നിങ്ങൾ പറയാൻ പോകുന്നത് എനിക്ക് മുട്ട അത്ര ഇഷ്ടമല്ല, മുട്ട അത്ര പ്രിയമല്ല എന്നുള്ളതാണ്. മേ ബി നമുക്ക് വേറൊരു സബ്സ്റ്റിറ്റ്യൂട്ടിനെ കുറിച്ച് ചിന്തിക്കാം. എൻ്റെ മുമ്പിൽ മറ്റൊരു സാമ്പിൾ ഇരിപ്പുണ്ട്. ഇത് പനീറിൻ്റെ ഒരു ബുർജി, പനീർ ബുർജിയും അതുപോലെ സാലഡുമാണ്. പനീർ ബുർജി, പനീർ സ്ക്രാമ്പിൾ ചെയ്തിട്ട് ഇഷ്ടംപോലെ വെജിറ്റബിൾസൊക്കെ മിക്സ് ചെയ്ത് കുറച്ച് നല്ല ടേസ്റ്റി ആയിട്ട് നല്ല നമ്മുടെ ടിപ്പിക്കൽ ട്രഡീഷണൽ മസാലയൊക്കെ ഇട്ട് ഉണ്ടാക്കാവുന്ന ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഹൈ പ്രോട്ടീൻ ആയിട്ടുള്ള സ്ലോ കാർബ് ബ്രേക്ക്ഫാസ്റ്റാണ്. അതിനോടൊപ്പം വേണമെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടം പോലെ വേണമെങ്കിൽ റോ സാലഡ്സ് കഴിക്കാം. ഇപ്പോൾ എൻ്റെ അടുത്ത് കുക്കുംബർ മാത്രമേ ഉള്ളൂ. യു ക്യാൻ ഹാവ് ക്യുക്കുംബർ, ഒണിയൻ, ടൊമാറ്റോ, ക്യാപ്സിക്കം ഇതൊക്കെ ഇട്ടിട്ട് വളരെ നല്ല ഫ്ലറിഷ് ചെയ്ത നല്ല റിച്ച് ആയിട്ടുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റാണ്. ഇതും ഒരു സ്ലോ കാർബ് ബ്രേക്ക്ഫാസ്റ്റാണ്. അതായത് നിലവിൽ നമ്മൾ കഴിക്കുന്ന ഭക്ഷണ രീതി അതിനെ ശാസ്ത്രീയമായി ഒന്ന് പൊളിച്ചെഴുതി ഒന്ന് പരിഷ്കരിക്കേണ്ട ആവശ്യമാണ്. നിലവിൽ അന്നജം അടങ്ങുന്ന ഭക്ഷണം കഴിക്കുകയും എന്നിട്ട് ഉയർന്ന ബ്ലഡ് ഗ്ലൂക്കോസിന് വേണ്ടി മരുന്ന് കഴിക്കുകയും ചെയ്യുന്ന ഒരുതരം വിഡ്ഢിത്തമാണ് നമ്മൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ സാധാരണ പറയുന്നൊരു ഉദാഹരണം, സപ്പോസ് നിങ്ങൾക്ക് പൈനാപ്പിൾ കഴിച്ചാൽ അലർജിയാണെന്ന് കരുതുക. പെട്ടെന്നൊരു അലർജിക് സിംറ്റംസ് വരുന്നു. മേ ബി ഒരു അലർജിക്കുള്ളൊരു മരുന്ന് കഴിച്ചാൽ അരമണിക്കൂർ കൊണ്ട് അത് അപ്രത്യക്ഷമാവുമെന്നും കരുതാം. ഒരു ബുദ്ധിയുള്ള ഒരാൾ ചെയ്യേണ്ടത് എന്താണ്? ഭക്ഷണത്തിൽ നിന്ന് കഴിവതും പൈനാപ്പിൾ ഒഴിവാക്കി നിർത്തുക എന്നുള്ളതാണ്. പക്ഷേ ഒന്ന് ആലോചിച്ച് നോക്കിയേ, 3 നേരവും പൈനാപ്പിൾ കഴിക്കുകയും ഈ 3 നേരവും അലർജിക്കുള്ള ഗുളിക കഴിക്കുകയും ചെയ്യുന്നൊരു സമീപനം ഒരു വിഡ്ഢിത്തം തന്നെയല്ലേ? പലപ്പോഴും അറിവില്ലായ്മ കൊണ്ടോ ഇന്നത്തെ ഏറ്റവും മികച്ച ശാസ്ത്രീയമായ രീതികളെക്കുറിച്ച് മനസ്സിലാക്കാത്തത് കൊണ്ടോ എനിക്കറിയാവുന്ന മിക്ക പ്രമേഹ രോഗികളും കാണിക്കുന്നത് 3 നേരവും അന്നജമടങ്ങുന്ന ഭക്ഷണം തന്നെയാണ് ഇപ്പോഴും കഴിക്കുന്നത്. അത് അരിയായിരിക്കാം, ഗോതമ്പായിരിക്കാം, മില്ലറ്റുകളായിരിക്കാം, റാഗി ആയിരിക്കാം, അല്ലെങ്കിൽ അതുപോലത്തെ എന്തെങ്കിലും ധാന്യങ്ങളായിരിക്കാം. അതിനോടൊപ്പം പ്രമേഹത്തിൻ്റെ ഗുളിക കഴിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ഒരു സയൻറ്റിഫിക് ആയിട്ടുള്ളൊരു നോളജും അഡ്വൈസും ഗൈഡൻസും ഉണ്ടെങ്കിൽ ഭക്ഷണം എന്നുള്ള വിഷയത്തിനെ വളരെ സാമർഥ്യത്തോടെ ഉപയോഗിച്ചുകൊണ്ട് ബ്ലഡ് ഗ്ലൂക്കോസ് ലെവലിനെ നമുക്ക് റെഗുലേറ്റ് ചെയ്യാൻ സാധിക്കും. അതോടൊപ്പം മറ്റൊരു പ്രധാനപ്പെട്ടൊരു അബദ്ധവും ഞാൻ കാണാറുണ്ട്. അത് ഇടനേരങ്ങളിൽ ഇടവിട്ട് ഭക്ഷണം കഴിക്കുക എന്നുള്ളതാണ്. 5-6 നേരവും ഭക്ഷണം കഴിക്കാൻ അഡ്വൈസ് ചെയ്യുന്ന രീതിയിൽ ഇപ്പോഴും പലപ്പോഴും ഞാൻ കാണാറുണ്ട്. ഇതും അശാസ്ത്രീയമാണ്. കാരണം റിപ്പീറ്റഡായിട്ട് ഒരു 2-3 മണിക്കൂർ ഇടവേളയിൽ ഭക്ഷണം കഴിക്കുമ്പോൾ ഉണ്ടാകുന്നത് ഒരു ഗ്ലൂക്കോസ് സ്പൈക്ക് ഉണ്ടാവും, ഒരു ഇൻസുലിൻ സ്പൈക്കും ഉണ്ടാവും. ഇത് വീണ്ടും നമ്മളെ കൊണ്ട് എത്തിക്കുന്നത് ഇൻസുലിൻ റെസിസ്റ്റൻസിലോട്ടും പുവർ ബ്ലഡ് ഗ്ലൂക്കോസ് റെഗുലേഷനോട്ടാണ്. സോ നിങ്ങൾ കഴിക്കുന്ന ഭക്ഷണക്രമത്തിനകത്തുള്ളൊരു ഈറ്റിംഗ് വിൻഡോ റെസ്ട്രിക്റ്റ് ചെയ്യുന്നത് തന്നെയാണ് നല്ലത്. കഴിവതും ഒരു 2 to 3 മീൽസ് തന്നെയാണ് നല്ലത്. പക്ഷേ ശ്രദ്ധിക്കണം, കഴിക്കുന്ന മീൽസ് ന്യൂട്രീഷണലി നല്ല ബാലൻസ്ഡ് ആയിരിക്കണം, എല്ലാ പോഷകങ്ങളും ഉണ്ടാകണം. അതോടൊപ്പം തന്നെ ഒരു പക്ഷേ ഭക്ഷണം മാത്രം ഈ വിഷയത്തിൽ നമ്മുടെ ശരീരത്തിന് ആവശ്യമായിട്ട് എല്ലാ പോഷകങ്ങളും പ്രൊവൈഡ് ചെയ്യാൻ മതിയാകണമെന്നില്ല. അപ്പോൾ ഒരു സയൻറ്റിഫിക്കലി ഡിസൈൻ ചെയ്തിട്ടുള്ള ഒരു ന്യൂട്രീഷണൽ സപ്ലിമെൻറ്റും കൂടി സപ്പോർട്ടീവായിട്ട് എടുക്കാൻ സാധിക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഭക്ഷണം എന്നുള്ളത് പ്രമേഹത്തിന് അനുയോജ്യമായ രീതിയിൽ ഒരു ഡയബറ്റിക് ഫ്രണ്ട്ലി ആയിട്ടുള്ള രീതിയിലുള്ളൊരു റീസ്ട്രക്ചറിങ്ങിന് നമുക്ക് വളരെയധികം ഈ സയൻസ് വളരെ പോസിബിളാണ്.